எங்க ஊர்ல நிறைய பார்ட்டில இருந்து நிறைய பேர் சிஎம் ஆக ட்ரை பண்ணாங்க. உங்க ஊர்ல ഒരേ പാർട്ടിയിൽ നിന്ന് நிறைய പേർ സിഎം ആക ട്രൈ பண்ணிருக்காங்க. ഈ നാട്ടിൽ എന്നെ കുനിച്ചിരുത്തിടിക്കാൻ താൻ മാത്രമേ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ അതുമായി നോട്ട് ചെയ്തു അനിൽകുമാർ. உங்களுக்கு ஒரு நல்ல சிஎம் கிடைச்சிட்டாங்க. உங்களுக்கும் சீக்கிரமே ஒரு நல்ல சிஎம் கிடைக்கிறதுக்கு என்னோட வாழ்த்துக்கள். ഓ പൊതുവാൾജി എനിക്കിനെ ചോര കളക്കണ്ടട്ടാ. തന്റെ കാര്യം ഞാൻ ഏറ്റു. ഏറ്റു എന്റെ ഭഗവാനെ ഞാൻ മാട്രിനെ പോയി. படம் ரொம்ப ரெஸ்பான்சிபிளா செமையா எடுத்திருக்கோம். பாருங்க, என்ஜாய் பண்ணுங்க. அதுக்கப்புறம் நீங்க என்ன பேசினாலும் I will accept it with a lot of humility. അപ്പൊ ചെല്ല്, രാവിലെ നേരത്തെ എത്തണം. എടോ കൊച്ചൂർപ്പേ, അതോട് കൂടിയാ പറയുന്നത്. ഞാൻ വെളുപ്പിനെ എത്തും. തമിഴ് നടൻ സൂര്യയുടെ കറുപ്പ് കാണാൻ പോയി. കറുപ്പല്ല, കോപ്പ്. സത്യമായിട്ട് എന്താണ് സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. മുഖ്യമന്ത്രി ഇല്ലാത്തവന്മാരെ എന്ന് പറഞ്ഞ് നമ്മളെ കളിയാക്കിയ ആർ ജെ ബാലാജിയോട് ഞങ്ങൾ ചോദിക്കുകയാണ്, പടം എങ്ക സാർ? ഒരു ഉപ്പ് സോഡ. FTFS കാണാൻ എത്തിയ ഫാൻസിന് ഒരു 1.5 ട്രീറ്റ് തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. 9 മണിക്ക് ഫാൻ ഷോ എന്ന് പറഞ്ഞിട്ട് അതൊക്കെ എടുത്തിട്ട് പോയതാ. പടം ഒരു 11 മണിയാകുമ്പോഴേ തുടങ്ങുള്ളൂ കേട്ടോ. ഒന്ന് വെയിറ്റ് ചെയ്യണം. അതിലിപ്പോ എന്ത് ചെയ്യാം? വെയിറ്റ് ചെയ്യാം. കുറച്ച് കഴിയുമ്പോ പറയുന്നത് വൈകുന്നേരം 5 മണിക്കേ ഷോ ഉള്ളൂ. അപ്പൊ എന്തായാലും കേരളത്തിലെ മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കുന്ന പോലെ ഇന്ന് ഷോ ഉണ്ടോ നാളെ ഷോ ഉണ്ടോ എന്നാണ് ഈ ഷോ എന്നൊന്നും കൺഫർമേഷൻ ഒന്നും ഇതുവരെ കിട്ടിയിട്ടില്ല. എന്റെ കാശിന് വിലയൊന്നുമില്ലേ? എന്താ ഇത് ഓക്രിത്രം പറഞ്ഞാണല്ലോ, ഇടിച്ച് എല്ലായിടത്തും പിച്ചാത്തി പിടിയിട്ടുള്ള ഞാൻ. നിങ്ങൾ വെക്കാൻ പോണത് ബോംബാണെന്ന് അറിയാം. എന്നാൽ അത് അറ്റ്ലീസ്റ്റ് സമയത്തിന് പൊട്ടുന്നൊരു ബോംബെങ്കിലും വെക്കുക. ശവത്തേല് ബ്ലേഡ് വെച്ച് കീറില്ല എന്റെ നായരെ. ഈ സൂര്യയുടെ കുറെ നാളായിട്ട് നമ്മൾ കാത്തിരിക്കുന്ന ഒരു പടമല്ലേ, തിയേറ്ററിൽ ഒരു ഹിറ്റ് കിട്ടണമെന്ന് നമ്മൾ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുകയാണ്. എടാ, എന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ചോ. ഒരു പൂവെടുത്ത് ചെവിയിൽ വെച്ചിട്ട് റോഡിൽ കൂടി ഒന്ന് ഓടിയാലോ എന്ന് ആലോചിച്ചിരിക്കുകയാണ് ഞാൻ. അഴക വരുത് എന്നെ കണ്ണ് അഴക വരുത്, അതിற்கு வழி அது வேற டிபார்ட்மெண்ட். എന്താ ഇത്? എന്തിനാ കരയുന്നേ? അല്ല, അതിൽ എന്ത് ഇൻസ്പെക്ടർ? படம் பார்க்கறதுக்காக அவ்வளவு தூரம் டிராவல் பண்ணி காலையில 9 மணிக்கு தியேட்டருக்கு போனேன். தமிழ்நாடு, கேரளா, ஆந்திரா எந்த ஊர்ல நீங்க போயிருந்தாலும் I'm really sorry for that. ഏതായാലും ഇങ്ങനെയൊക്കെ ആയി. നമ്മൾ തമ്മിൽ വർത്താനം പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിയിട്ട് കാര്യമൊന്നുമില്ല. I'm really hopeful இன்னைக்கு சாயங்காலம் 6 மணில இருந்து இந்த பிரச்சனை எல்லாம் சால்வ் ஆகி படம் ரிலீஸ் ആവണം. ഓക്കേ, നിങ്ങളുടെ വിഷമം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഇയാളെ വണ്ടി നമുക്ക് എന്തെങ്കിലും ഒരു മാർഗം കാണാം. അപ്പൊ ഞാൻ പോട്ടെ. എന്റെ കാര്യം കൂടെ ഒന്ന് പറയടാ. ഈ പാവത്തിന് ഒന്ന് അഡ്ജസ്റ്റ് കൊടുത്തേക്ക്. പാവം.